ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് ന്യൂസ് 18 കേരള. ദിയ പുരസ്കാര വേദിയിൽ തഗ് ലൈഫ് അവാർഡ് ഏറ്റുവാങ്ങി അഭിജിത്തും അമ്മയും. എന്തായാലും രണ്ടുപേരും നമുക്കൊപ്പം ചേരുകയാണ് രാവിലെ. അബി, അമ്മ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ടെലികാസ്റ്റ് വരികയാണ്. സൺഡേ ആണ് നമ്മൾ ഫുള്ളായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കട്ടൺ റൈസർ ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് ഫീൽ ചെയ്തത് അബി ഈ ഒരു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോ? ഭയങ്കര സന്തോഷമാണ് ചേച്ചി. കാരണം നമ്മള് ടി വിയിലൊക്കെ മാത്രമല്ലേ ചാനൽസ് ഇന്റർവ്യൂ ചെയ്ത് അവാർഡ് കൊടുക്കുന്ന കണ്ടിട്ടുള്ളു. ഇപ്പം ഒരു ചാനൽ, അത് ന്യൂസ് 18 കൊടുത്ത ഒരു ചാനൽ നമ്മളെ വിളിച്ച് ടി വിയിലൊക്കെ അത് വരുമ്പം ടി വിക്കകത്ത് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങള് നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ, വീട്ടിൽ ഇരുന്നെല്ലാം കണ്ടിട്ടുള്ളു. ഒരുപാട് സന്തോഷം. അപ്പൊ നേരത്തെ അവാർഡുകൾ കിട്ടിയിട്ടില്ല? ഇല്ല, ഫസ്റ്റ് അവാർഡായിരുന്നു ചേച്ചി. ഫസ്റ്റ് അവാർഡായിരുന്നു. അതിനുള്ള സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മളെ വിളിക്കുമെങ്കിലും അവാർഡായിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ആദരവൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ കാണാറുണ്ട് അമ്മ ഇങ്ങനെ പിന്നെ ഷോളൊക്കെ അണിഞ്ഞ് അവിടെ നിൽക്കുന്നതും അല്ലേ. ഇഷ്ടം പോലെ വേദികളല്ലേ ഇപ്പൊ, നിങ്ങൾ ഒരുപാട് വേദികളിൽ പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ പോകുമ്പോ എന്താ തോന്നുന്നത്? അമ്മ നേരത്തെ അബി സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയാറുണ്ട് അമ്മ ഒരു നല്ല കലാകാരിയൊക്കെയാണ്, പക്ഷെ ഈ വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയി പിന്നീട് അത് പൊടി തട്ടിയെടുത്തത് ഞാനാണെന്ന് എപ്പോഴും അബി പറയാറുണ്ട്. അതെ, സത്യമാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു? ലൈഫ് എങ്ങനെ പോകുന്നു? സന്തോഷമാണ്, ഒരുപാട് അഭിമാനവും ഉണ്ട്. അബി പറയാം, അബി എങ്ങനെയാ ഇപ്പൊ വേദികൾ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, സ്കൂളുകളിൽ പോകുന്നു, കുഞ്ഞുങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് കിട്ടുന്നു, കാണുന്നുണ്ട്. അബിയുടെ കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകുന്നല്ലേ? അതെ അതെ, പഠിച്ച കോളേജ് അമ്മയായിട്ട് അത് പ്രിൻസിപ്പലിനെ കൊടുത്ത് ഗസ്റ്റ് ആയിട്ട് ഇരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സന്തോഷമാണ്. പിന്നെ എവിടെ പോയാലും ഇപ്പം എല്ലാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരുമായിട്ട് നമ്മൾ സ്കൂൾ ബസ് ഒക്കെ നിർത്തിയിടുമ്പോൾ അവരുടെ സ്നേഹം, അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്ത് സങ്കടം വന്നാലും നമ്മൾ ഒരു വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ അറിയാത്തവരിങ്ങനെ നമ്മളോട് ഇത്രയും കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് മറക്കും. അതാ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ തോന്നുന്നു. അവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ദുഃഖങ്ങളെല്ലാം മറക്കും, ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കാണുമ്പോ. അമ്മയുടെ ലൈഫ് ഭയങ്കര തിരക്കുള്ളതായോ? അയ്യോ, ഒന്നുമില്ല, തിരക്കൊന്നും ഇപ്പൊ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. കിട്ടുന്നില്ലെന്നേ ഉള്ളൂ പരിപാടി. എന്ത് കിട്ടുന്നില്ലെന്നാ? ഉറക്കം കിട്ടുന്നേ ഉള്ളൂ. ഉറക്കം കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ രാവിലെ ഞങ്ങൾ എഴുന്നേപ്പിച്ചോണ്ടാണോ? അതല്ല, ഇപ്പം മൊബൈൽ നോക്കിയിരുന്നേ അങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടിയല്ലേ? അതെ അതെ, ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് എത്തി. ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ ആളുകൾ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും. ഈ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് മെയിൻ ആയിട്ട് വരുന്നതെങ്കിലും ആരൊക്കെയാണോ ഉള്ളത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്കായിട്ട് ശൈലാമ്മ, അമ്മ പറയൂ, ആരൊക്കെയാണ് ഉള്ളത് വീട്ടില്? അച്ഛനെ കുറിച്ചൊക്കെ പറയൂ. അച്ഛന് ഖത്തറിലായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട്. 2 ദിവസം ആയതേ ഉള്ളു. വല്യച്ഛനുണ്ട്, ഇളയ മകൻ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇപ്പൊ ലീവ് വന്നിട്ടുണ്ട്. അയാളും പുറത്തല്ലേ എവിടെയോ? അതെ, ജർമ്മനി ആയിരുന്നു. അപ്പം ഇപ്പൊ എല്ലാരും ഉണ്ട് വീട്ടില്. അപ്പൊ എന്താണ്, ട്രിപ്പ് മോഡ് വല്ലതും ഉണ്ടോ? ഡിസംബർ ഒക്കെ ആണല്ലോ. വളരെ കുറവാ. നാട്ടിൽ തന്നെ രസമാണ്, അതുകൊണ്ട് വല്ലപ്പോഴും പോവാറുണ്ട്. നാട് വൈബാ ആണ്. അതെ, നാട്ടുകാർ തരുന്നൊരു പിന്തുണ എങ്ങനെയാ അഭിജിത്ത്? ഫുൾ സപ്പോർട്ട്, അവര് ഫുൾ സപ്പോർട്ട്. വൈകുന്നേരത്ത് ഇവിടെ വരും, പിള്ളേരെല്ലാം വരും. കഴിഞ്ഞ ദിവസം അഖിൽ നൂർനാടിന്റെ കല്യാണത്തിന് പോയിട്ടൊരു അല്ലേ, കല്യാണത്തിന് പോയിട്ടൊരു സാധനം ഞാൻ കണ്ടിരുന്നു. എന്താണ് കല്യാണം ഒന്നും നോക്കുന്നില്ലേ അബിക്ക്? അമ്മേ ഇല്ല, വീട്ടിൽ കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പെയ്യ മതി. ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം ഒന്ന് സ്റ്റേബിൾ ആക്കുന്ന വരെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ വേറെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, അത് തന്നെ. അത് വലിയ സംഭവം ഒന്നും അല്ലല്ലോ. നമുക്ക് കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നിക്ക് അബി അവിടെ നിക്കട്ടെ, അമ്മ പറയട്ടെ. ഇനി അമ്മ പറയൂ. ഞങ്ങള് പറഞ്ഞു മോനെ നോക്കാം,
ഇപ്പോഴേന്ന്. അന്നേരം പറഞ്ഞു ഇപ്പോഴേ വേണ്ട, ഇച്ചിരി കഴിയട്ടെന്ന് പറഞ്ഞു. എന്താണ് അഭി, ആരാധകരുടെ വല്ല ശല്യം ഉണ്ടോ? ഓ ഇല്ല ചേച്ചി, പിന്നെ ഇതൊന്നും അല്ലല്ലോ വലുത്, നമുക്ക് വേറെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും. കല്യാണം വലുതല്ലെന്നാ അമ്മ പറയുന്നേ. അതിപ്പം പറയുന്നേ ഇല്ലയോ, മാറിക്കോളൂ അല്ലേ? അതെ. ശരി. നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്താണ് അഭി, എയിം എന്താണ്? ഒരു സമാധാനമുള്ള ജീവിതം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ വലുതൊന്നും. ഞാൻ അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചെങ്കിൽ അത് വലിയ കാര്യമാണ് കേട്ടോ, അതിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞ. അതെ, അത് മാത്രം മതി. അതെ. ചെറിയ സിനിമാ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, നമുക്ക് പറയാറായിട്ടുണ്ടോ? ഈ പറയാറില്ല, അവസാനത്തെ ഫൈനൽ എഡിറ്റിംഗ് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് പറയാറില്ല. എന്നാലും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട് ചേച്ചി, നമ്മളെ വിളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് ചിലത് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര പേടി. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇല്ലെന്നും പറയണ്ട എല്ലാരോടും. വേണ്ട, നമുക്ക് അത് പറയണ്ട. പക്ഷെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ എങ്ങനെ, പാക്കേജ് ആയിട്ടാണോ? അമ്മയും കൂടെ ആണോ വിളിക്കുന്നത്? അതെ അതെ, അതേ ഉള്ളല്ലേ? അതെ അതെ, അല്ലാതെ വിളിക്കട്ടെ. അല്ല, അമ്മ അല്ലാതെ വിളിച്ചാലേ പോകത്തുള്ളതാണോ, അതോ അമ്മയും കൊണ്ട് പോകുന്നുണ്ടോ? രണ്ടുപേരുടെ കപ്പാസിറ്റി കാണിക്കാനുള്ള ഒരു വേദി ഇരട്ടെ. മോന് രക്ഷപ്പെട്ടാ മതി, അമ്മ ഇത്രയൊക്കെ ആയില്ലേ. ഇനി എളിമ കാണിക്കണ്ട. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഈ എളിമ വരാറുണ്ടോ അമ്മയ്ക്ക്? ഓ ഇല്ല, ഇതിപ്പം ന്യൂസ് 18 ആയോണ്ടുള്ള വിനീത ആ വിനയോ അല്ലേ? അതെ അതെ. പക്ഷെ എന്റെ പൊന്നബി, ഇനി അബി ഏത് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതിന്ന് പറഞ്ഞാലും ആ ഡയലോഗ് ഡെലിവറിയും ആക്ഷനും ഒക്കെ അവിടുന്ന് തന്നെ വരണ്ടേ? അത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഫാൻസ് കൂടുതൽ ആർക്കാ? അമ്മയ്ക്ക്. ചെറിയ കുശുമ്പോ ഉണ്ട്. ആണോ? ഈ അനിയനാണോ? അനിയനാ. അപ്പൊ അനിയൻ ഇതിലേക്ക് കൂടുതൽ വരാറില്ലേ? പുള്ളിക്ക് താല്പര്യമില്ലേ? ഉണ്ട്, പിന്നെ സമയമില്ലാത്തോണ്ട്. പിന്നെ അവൻ ജർമ്മനി പോയിട്ട് വന്നില്ല, പിന്നെ അവനെ അധികം വിളിക്കാറില്ല. അവൻ കൂട്ടുകാരുടെ കൂടെ അങ്ങനെയൊക്കെ പോവാ, അങ്ങനെ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് കണ്ടാലും കണ്ടന്റ് ആക്കുവാണല്ലേ? അവൻ വരുന്നതും അതും എല്ലാം സർപ്രൈസ്, എല്ലാം കണ്ടന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് വീട്ടിലെ കാര്യം എല്ലാം അറിയാം. അമ്മയ്ക്ക് എന്താ അമ്മ ആഗ്രഹം? ഞാൻ ഇപ്പൊ പറയും മോൻ നന്നായിട്ടിരിക്കണം, അതല്ല അല്ലാതെ ഒന്നുമില്ല മോളെ. എല്ലാ ആഗ്രഹം ഒരുമാതിരി ദൈവമൊക്കെ തന്ന് ഇത്രയൊക്കെ അതേ ഉള്ളു. പിന്നെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ശരി, എന്തായാലും നമുക്ക് ഏത് സിനിമയാണെന്നൊന്നും പറയണ്ട. എന്നാലും അഭിനയിച്ചല്ലോ, ആ ക്യാമറയുടെ മുമ്പിൽ വന്നല്ലോ. അഭിയുടെ ക്യാമറ അല്ലാതെ മറ്റൊരു ക്യാമറയുടെ മുമ്പിൽ അമ്മ വന്നല്ലോ. എന്തായിരുന്നു ഒരു ഫീൽ? എന്തായിരുന്നു? ഒരുപാട് പേടിയായിരുന്നു. ഞാൻ ഇന്ന് വരെ ക്യാമറയുടെ മുന്നിൽ ഒന്നും പോയിട്ടില്ലല്ലോ. മോന്റെ മുന്നിലാകുമ്പോ എനിക്ക് ധൈര്യത്തെ എന്ത് വേണേലും പറയാം, എന്തും കാണിക്കാം. അവരുടെ ഒക്കെ മുന്നിൽ ചെന്നപ്പോഴത്തേക്ക് പഠിച്ച ഡയലോഗും പോയി, എല്ലാം പോയി. ഒരു തരത്തിൽ എനിക്ക് നിക്കാൻ വയ്യ, കാലും കയ്യും ഒക്കെ വിറയ്ക്കുകയും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആണോ? അബിക്ക് പേടിയില്ലായിരുന്നു അമ്മ? ഇല്ല. എനിക്ക് എന്റെ പ്രായം നോക്കണ്ട, എനിക്ക് വെപ്രാളം കേറിട്ട് നിക്കാനും വയ്യ. എന്നിട്ടോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു അബി? അമ്മ എങ്ങനെ വിലയിരുത്തുന്നത്? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഭയങ്കര പേടിയായിരുന്നു. ടെൻഷൻ ആയിരുന്നു അല്ലേ? ടെൻഷൻ കാരണമുള്ള എല്ലാം പോയി. ഒരു 5-6 സിനിമയാകുമ്പോ അങ്ങ് ശരിയായിക്കോളൂന്നേ. അതെ അല്ലേ? ഓ, അമ്മ എന്തായാലും സിനിമകൾ വരട്ടെ. നമുക്ക് സിനിമയല്ലേ അബി പറഞ്ഞതുപോലെ സമാധാനമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞപ്പോ എത്രത്തോളം ലളിതമായിട്ടാണ് ചിന്തിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അബി കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ ചിന്തകൾ നടക്കുന്ന സമയമാണല്ലോ. എങ്ങനെയാണ് അമ്മയെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചത്? അത് ഞാൻ MBA വേണ്ടി നിന്നപ്പം അപ്പൊ ആദ്യമേ അവിടെ നമുക്ക് ജോലി സംഭവം സീനായി സെറ്റായില്ല. ഈ കാനഡ പോണം അങ്ങനെയുള്ളതുകൊണ്ട് ജോലി കിട്ടിയത് എനിക്ക് മറ്റേ 10+ ഉള്ളതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് ജോലി കിട്ടിയതാ. അപ്പൊ പോലും ഞാൻ കേറിയില്ല, കാരണം കാനഡ പോകുന്നതെല്ലാം ശരിയായിട്ട് ഇരിക്കും. അപ്പൊ താഴെയുള്ള ജോലി കിട്ടട്ടെന്ന് വിചാരിച്ച് അവസാനം എനിക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആയപ്പോ ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, എന്ത് ചെയ്താൽ ജയിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഒരു കുറച്ചാളത്തേക്കെങ്കിലും നിൽക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചപ്പോഴാ ഈ ഒരു സംഭവം സെറ്റ് ചെയ്താലോ എന്ന ഒരു ഇത് വന്നേ. അത് ക്ലിക്ക് ആയത് അമ്മയുടെ വല്ല പിന്നെ ഡയലോഗിന്നും ആയിരുന്നോ? അല്ല, നമ്മള് കണ്ടന്റ് ചെയ്തപ്പോ എല്ലാ വീട്ടിലുള്ള അമ്മമാര് സെയിം ആണ്. അപ്പം ഈ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോഴേ എല്ലാരും അമ്മമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി.
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് അക്കൗണ്ട് തുടങ്ങി കൊടുത്തത് നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും ഇത് തന്നെ പറയാം. നമുക്ക് വരുന്ന മെസ്സേജ് മൊത്തം അമ്മയ്ക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം വന്നപ്പോ എനിക്ക് മനസ്സിലായി, കൂട്ടുകാർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും ചേച്ചി നമ്മളൊരു ലെവലിൽ എത്താനാ. പക്ഷെ അമ്മ അച്ഛനെ ഇറക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആവും പരിപാടി. അപ്പൊ ഈ എഡിറ്റിംഗ് ഒക്കെ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്? അതെ, എല്ലാം സ്വന്തമായിട്ടാ. അത് ഇപ്പം വേറെ ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിക്കാറായോ? ഓ ഇല്ല, ഞാൻ തന്നെ ഞാൻ തന്നെ ചെയ്യാന്ന് വെച്ചോണ്ടിരിക്കുക. ഈ ഡ്രീമിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തില് സിനിമയുണ്ടോ അബി? ഉണ്ട് ചേച്ചി. അഭിനയമാണോ ഡയറക്ഷൻ ആണോ? എല്ലാം ഒരു സെറ്റ്. ഒരു പടി മുന്നിൽ എന്താ? എന്താ ചേച്ചി? ഒരു പടി മുന്നിൽ എന്താ? ഒരു പടി മുന്നിൽ നല്ലൊരു കഥയൊക്കെ എഴുതാം, അങ്ങനെ. അതാണ്. എന്തെങ്കിലും ഉണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് മൈൻഡിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോ ചില തോന്നൽ വരുമ്പോ ഒരു പ്രത്യേക മുക്കിൽ ഇങ്ങനെ കുറിച്ചിടും. എന്നിട്ട് എപ്പോഴേലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല ചേച്ചി. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് അതിനു വേണ്ടി ഒരു കറക്റ്റ് സമയം കണ്ടെത്തി ഇത് മാത്രമായിട്ട് ഇരുന്നാൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അബി, ആ കുറിച്ച് വെച്ചതൊക്കെ നല്ലൊരു സിനിമയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേക്കു കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കാം. നല്ല, അതായത് നമ്മൾ സ്ക്രിപ്റ്റിലെ ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. ഈ ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനൊക്കെ കുറച്ച് എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങ് പോരട്ടെ. നമുക്ക് തിരിച്ച് നമ്മുടെ അവാർഡിലേക്ക് വരുമ്പോൾ അവിടെ വന്ന് കുറെ നമ്മുടെ ഏറ്റവും അവിടുത്തെ ഒരു എന്താ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളും സിനിമാക്കാരും ആയിരുന്നല്ലോ. അതിനെക്കുറിച്ച് പറയാമോ? അതെ, അത് ഭയങ്കര സന്തോഷമുള്ള സംഭവമായിരുന്നു. നമുക്കിപ്പം ഈ ആജി വർഗീസേട്ടന്റെ കൂടെ സൈജി കുറുപ്പേട്ടന്റെ കൂടെ ഒക്കെ നിന്ന് ഒരു അവാർഡ് മേടിക്കാൻ പറ്റിയത്, പിന്നെ ഒരുപാട് ക്രൂവിനെ കാണാൻ പറ്റിയില്ലേ, അതൊക്കെ ഭയങ്കര ഒരു മൂവ്മെന്റ് ആയിരുന്നു. നമ്മള് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇതൊന്നും. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരുടെ സ്നേഹം, ആർക്കും ഒരു ഇതില്ല, ഒരു ജാട അങ്ങനെ കാര്യങ്ങളും ഒന്നുമില്ല. ന്യൂസ് 8ന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ നമുക്ക് അത്രയും ഭയങ്കര കെയറും അതൊക്കെ തരുമ്പോ നമുക്ക് ഒരു നമ്മളെന്തോ ആണ് എന്നൊരു ഫീല്, അങ്ങനത്തെ ഫീലൊക്കെ സത്യമായിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേടി നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുവോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് വന്ന ഗസ്റ്റ് നിങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക താങ്ക്സും കൂടി ഉണ്ട് കേട്ടോ. ഒരു ടെൻഷനും അടുപ്പിക്കാതെ പറഞ്ഞ സമയത്തിനെക്കാട്ടിലും കുറച്ചുകൂടി നേരത്തെ എത്തി അബി. അപ്പോ എന്തായാലും അബി, എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുന്നോട്ട് ഒരുപാട് പോകാൻ കഴിയട്ടെ. അമ്മ ഒരു പാട്ട് പാടിയല്ലോ അമ്മ നമുക്ക്? തൊഴുത് പിടിക്കുന്നു. ശരി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണ് രാവിലെ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ്? അമ്മ നല്ല കുക്കാണോ? ഞങ്ങളോട് സംസാരിച്ച് സന്തോഷമുണ്ട്. കാരണം ചേച്ചിയാണല്ലോ ഞങ്ങളെ ആദ്യം വിളിച്ചത്. അതെ അതെ അതെ, എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം. ഞാൻ നിങ്ങളുടെ ഒരു ഫോളോവർ ആയിരുന്നു ഞാൻ, അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്. അമ്മ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ്? ദോശയും ചമ്മന്തി. ഇന്നലെ മാവ് ബാക്കിയുണ്ട്, അപ്പൊ ഇന്ന് ദോശ. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു, ആ മാവാണോ ബാക്കി വെച്ചുണ്ടാക്കുന്നത്? അതെ അതെ, ഓക്കെ. അച്ഛൻ വന്നപ്പോ സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നോ അബി? വന്ന ദിവസം ഇല്ലായിരുന്നു. ശരി അമ്മ, ശരി അബി. രണ്ടുപേർക്കും അല്ല, എല്ലാവർക്കും, നിങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ വിളിച്ചതിനും എല്ലാത്തിനും ന്യൂസ് 8 ചാനലിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അബി. ഓ ശരി, ബൈ.